ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പരിചയപ്പെടാം. iQOO Neo 6 ഒരു കിടിലൻ സ്മാർട്ട് ഫോൺ ആണ്. ഇത് വിവോയുടെ ഒരു സബ് ബ്രാൻഡ് പ്രോഡക്റ്റ് ആണ്. ഇനി നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ മോഡൽ ഒന്ന് നോക്കാം. അടിപൊളി ലുക്ക് തന്നെയാണ് ഈ സ്മാർട്ട് ഫോൺ. ഈ സ്മാർട്ട് ഫോൺ ലുക്ക് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കളർ തന്നെയാണ്. ഇത് മാവറിക് ഓറഞ്ച് എന്ന കളർ വേരിയൻ്റാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. എന്താ ലുക്ക് ആണെന്ന് ഒന്ന് നോക്കിക്കേ. അതുമാത്രമല്ല, അതിൻ്റെ ക്യാമറ മൊഡ്യൂളൊക്കെ എന്ത് മനോഹരമാണ് കാണാൻ. ഇതിൻ്റെ ക്യാമറ 64 MB വൈഡ് ആംഗിൾ പ്രൈമറി ക്യാമറയും 8 MB അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും 2 MB മൈക്രോ ക്യാമറയും ആണ് നൽകിയിരിക്കുന്നത്. ഇതിൽ 4Kയിൽ 30 FPS വീഡിയോകൾ റെക്കോർഡ് ചെയ്യുകയും ചെയ്യാം. സെൽഫി ക്യാമറ 16 MB വൈഡ് ആംഗിൾ ലെൻസാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ ഫുൾ HD വീഡിയോകൾ മാത്രമേ ഷൂട്ട് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഡിസ്പ്ലേയുടെ സൈസ് നോക്കിക്കഴിഞ്ഞാൽ 6.6 ഇഞ്ച് E4 AMOLED ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കിടിലൻ ക്വാളിറ്റി ആണ്. 120 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റും 320 ഹെഡ്സിൻ്റെ ടച്ച് സാമ്പിളിങ്ങും നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ടച്ച് ചെയ്യുമ്പോൾ വളരെ സ്മൂത്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമുക്കൊന്ന് ഒരു വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം, അതിൻ്റെ ക്വാളിറ്റി ഒന്ന് മനസ്സിലാക്കാൻ. കണ്ടില്ലേ എന്താ നല്ല ക്വാളിറ്റിയാണെന്ന് നോക്കിയേ. ഇതിൻ്റെ ബ്രൈറ്റ്നസ് നൽകിയിരിക്കുന്നത് 1300 നിറ്റ്സ് ബ്രൈറ്റ്നസ് ആണ് നൽകിയിരിക്കുന്നത്. HDR10 സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലെ വീഡിയോകൾ 4K റെസൊല്യൂഷനിൽ ഒക്കെ നമുക്ക് കാണുവാനും സാധിക്കും. ഇനി ഇതിൻ്റെ ഓഡിയോ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതും ഒരു രക്ഷയുമില്ല, അത്രയ്ക്ക് നല്ല കിടിലൻ ക്വാളിറ്റിയാണ്. സ്റ്റീരിയോ സ്പീക്കറുകളാണ് നൽകിയിരിക്കുന്നത്. ഒരു സ്പീക്കർ മുകളിലത്തെ ഇയർ പീസിൻ്റെ അവിടെയാണ് കൊടുത്തിരിക്കുന്നത്. മറ്റേ സ്പീക്കർ താഴെ ബോട്ടം സൈഡിലും നൽകിയിരിക്കുന്നു. ഇതിൻ്റെ സ്റ്റീരിയോ സെപ്പറേഷനൊക്കെ കിടിലനാണ്, പറയാൻ വാക്കുകളില്ല, അത്രയ്ക്ക് നല്ല കിടിലൻ ക്വാളിറ്റി. ഇനി ഇതിൻ്റെ ബാറ്ററി സൈഡ് ഒന്ന് നോക്കാം. 4700 mAh ബാറ്ററിയാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. ഇത് ചാർജ് ചെയ്യാൻ 80 വാട്ട്സ് അൾട്രാ ഫാസ്റ്റ് ചാർജർ നൽകിയിരിക്കുന്നു. 0 നിന്ന് 100% വരെ ചാർജ് ആകുവാൻ വെറും 34 മിനിറ്റ് മാത്രമേ ആകുന്നുള്ളൂ. ഇതിൻ്റെ പ്രൊസസ്സർ സൈഡ് നോക്കിയാൽ സ്നാപ്ഡ്രാഗൺ 870 പ്രൊസസ്സറാണ് നൽകിയിരിക്കുന്നത്. LPDDR5 റാമാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. ഇതൊരു ഗെയിമിംഗ് പ്രൊസസ്സറാണ്. ഏതൊരു ഹൈ ലെവൽ ഗെയിമുകളും വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിൽ ഹൈ ക്വാളിറ്റിയിൽ കളിക്കുവാനും കഴിയും. 12 GB റാമും 256 GB സ്റ്റോറേജുമാണ് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ സ്റ്റോറേജ് വരുന്നത് UFS 3.1 ആണ്. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ടാണ് ഫയലുകൾ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ ഇതിൽ ആൻഡ്രോയിഡ് ലേറ്റസ്റ്റ് വെർഷൻ 12 ആണ് നൽകിയിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫൺ ടച്ച് OS 12 ആണ്. മൊബൈലിലെ വലത് സൈഡിൽ വോളിയം കൂട്ടുവാനും കുറയ്ക്കുവാനുള്ള ബട്ടണും പവർ ബട്ടണും നൽകിയിട്ടുണ്ട്. താഴത്തെ സൈഡിൽ സിം ഇടുവാനുള്ള ഡ്രോയറും മൈക്രോഫോണും Type-C കണക്ട് ചെയ്യാനുള്ള പോർട്ടും സ്പീക്കർ വെൻറ്റും നൽകിയിട്ടുണ്ട്. ഇടത് സൈഡിൽ വേറെ ബട്ടണുകളൊന്നും നൽകിയിട്ടില്ല. മുകളിലത്തെ സൈഡിൽ സെക്കൻഡറി മൈക്കും IR ബ്ലാസ്റ്ററും നൽകിയിട്ടുണ്ട്. ഈ IR ബ്ലാസ്റ്റർ എന്താണെന്ന് വെച്ചാൽ AC-യും TV-യും ഒക്കെ നമ്മുടെ മൊബൈലിൽ റിമോട്ടായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റമാണ്. ഇനി ഈ ബോക്സിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മൊബൈൽ കാണാവുന്നതാണ്. അത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. IMA കോഡ് വരുന്ന സ്റ്റിക്കറും കാണാവുന്നതാണ്. പിന്നെ ഒരു സിലിക്കോൺ ബാക്ക് കവറും യൂസർ മാനുവൽ പേപ്പറുകളും Type-C USB കേബിൾ 80 വാട്ട്സ് ചാർജറും നൽകിയിരിക്കുന്നു. പിന്നെ ഈ മൊബൈലിൽ 3.5 mm ഫോൺ പോർട്ട് നൽകിയിട്ടില്ല. അതിന് പകരം USB to 3.5 mm പോർട്ട് അഡാപ്റ്ററും നൽകിയിട്ടുണ്ട്. കൂടാതെ ഒരു സിം എജക്ടർ
പിന്നും നൽകിയിരിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് നന്ദി.